ചേർത്തു നീങ്ങുക നോവ് മാറ്റിടുവാൻ കരം കോർത്തു നീങ്ങുക പ്രിയരെ ചേർത്തു നീങ്ങുക തളരുന്ന മനസ്സിന് താങ്ങും തണലേക സാന്ത്വന കുളിർ വീശി നമ്മള് പാലിയേറ്റീവിൻ ജീവനാടി തുടിപ്പിനായി വിരിയട്ടെ കാരുണ്യത്തിൻ പൂക്കള് നോവ് മാറ്റിടുവാൻ കരം കോർത്തു നീങ്ങുക പ്രിയരെ ചേർത്തു നീങ്ങുക ഓണത്തിന് മുമ്പ് തന്നെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് പഞ്ചായത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ CHSCയുടെ നല്ലൊരു സഹകരണവും കൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും കടാക്ഷം ഏകടേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും കടാക്ഷങ്ങൾ ഏകടേ ഞങ്ങൾക്കെപ്പോഴും. പാരിരാനം ബഹിരരായോൾ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങൾ ജീവിതം ധന്യമാണ്. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയുള്ളാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ വ്യക്തമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും ഏകണേ ഞങ്ങൾക്കെപ്പോഴും. മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം നാട്ടുകൾ വിടരട്ടെ. മനസ്സ് നന്നാവട്ടെ. എൻ്റെ സഹപ്രവർത്തകരെ ആശാപ്രവർത്തകന്മാരെ അംഗൻവാടി വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സ്കൂൾ കുട്ടികൾ സ്റ്റുഡൻസ് ഗാനം ആലപിച്ചത് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചു. കിടപ്പ് രോഗികൾക്ക് സ്തുത്യർഹമായ സേവനമാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം 180ഓളം കിടപ്പ് രോഗികൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം എല്ലാ മാസങ്ങളിലും കൃത്യമായി നമ്മുടെ പാലിയേറ്റീവ് കെയർ അതിൻ്റെ വീടുകളിൽ പോയി പരിശോധന നടത്തി അവർക്ക് പറ്റുന്ന തരത്തിലെല്ലാം തന്നെ സഹായ ഹസ്തവുമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും അവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കിടപ്പ് രോഗികളെ സഹായിക്കാൻ ആരെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ടോ അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകട്ടെ, അവരുടെ കുടുംബജീവിതങ്ങളിൽ നന്മയുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ ആദ്യമേ ഫസ്റ്റ് നടക്കുന്ന പാലിയേറ്റീവ് കെയർ സംഗമം എന്ന് പറയുന്നത് മണമ്പൂർ പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്ത് ഭാരവാഹികളെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥ സൂപ്പർവൈസർ ഉൾപ്പെടെ ആ ആളുകൾ മാസം തോറും പരിശോധിക്കുക, അവർക്ക് വേണ്ടിയുള്ള
പാലിയേറ്റീവായി കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടുകായി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഈ പാലിയേറ്റീവ് കെയർ സംഗമവും അവർക്ക് നൽകുന്ന ഈ ഉപഹാരം, അതുപോലെ കിറ്റ്, ഒരു സന്തോഷം, ഒരു നിമിഷമെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സന്തോഷം ലഭിക്കട്ടെ. അതിനേക്കാൾ അവരുടെ മാനസികവും ശാരീരികവുമായുള്ള ആ ഉല്ലാസവും ഒരു സന്തോഷവും ഒരു നിമിഷമെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് കാണിച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് കെയർ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്ക് വേണ്ടി നന്ദി, നമസ്കാരം. ആദ്യകാലങ്ങളിൽ 60-ൽ പരം രോഗികളാണ് ഉണ്ടായിരുന്നത്. ഇതുവരെ പാലിയേറ്റീവ് കെയറിൽ 1700 രോഗികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കിടപ്പ് രോഗികൾ 158 പേരാണുള്ളത്. ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കിടപ്പിലായവർ എന്നിവരാണ് ഉള്ളത്. നോവ് മാറ്റിടുവാൻ കരം കോർത്തു നീങ്ങുക നാം, പ്രിയരെ ചേർത്തു നീങ്ങുക നാം. പ്രിയരെ ചേർത്തു നീങ്ങുക നാം. മാരകരോഗം തന്നിൽ നീറിപ്പുകയുന്ന സഹചരിലൊരുക്കേണം കാവല്. മാരകരോഗം തന്നിൽ നീറിപ്പുകയുന്ന സഹചരിലൊരുക്കേണം കാവല്. അലിവിൻ്റെ തെളിനീര് തൂകി ഹൃദയത്തിൽ കനിവേകാനെന്നും നമ്മൾ മുന്നില്. കരളിൻ്റെ അകക്കണ്ണ് നേരെ തുറക്കുവാൻ പാലിയേറ്റീവിൻ കീഴിൽ ഒന്നിക്കേ. നോവ് മാറ്റിടുവാൻ കരം കോർത്തു നീങ്ങുക നാം, പ്രിയരെ ചേർത്തു നീങ്ങുക നാം. ഒരുപാട് ആളുകളുടെ പോക്കറ്റിലെ പൈസയാണ് ഈ 50 പേർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു മഹത്തായ പരിപാടിയാണ്. നമുക്ക് വരുന്ന വർഷങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ പേർക്കും കിടപ്പുകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നല്ല അഭിപ്രായമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ 3 വർഷം കൊണ്ട് എൻ്റെ ഭർത്താവിനെ ഒന്ന് നോക്കുന്നത് വളരെ 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 സന്തോഷം. എല്ലാ വർഷവും ഓണം നല്ലതുപോലെ കൊള്ളും. എങ്ങനെ കൊള്ളുമെന്ന് മനസ്സിന്റെ ഉള്ളിനകത്ത് ഭയങ്കരമായ ഭാരം ഉണ്ടായിരുന്നു. എല്ലാവരും ഓണം കൊള്ളുമ്പോൾ ഒരു സാമ്പാറെങ്കിലും വെച്ച് കഴിക്കാൻ ഒക്കുമോ എന്തോന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയത്. പക്ഷെ എന്നെ സിസ്റ്റർ വിളിച്ച് ഇവിടെ കിറ്റ് തരും, നിൽക്കണം കിറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും നല്ലതുപോലെ ഓണം കൊള്ളാനുള്ള ഭാഗ്യം ഇവിടെ മെമ്പർമാരും എല്ലാവരും കൂടെ നല്ലൊരു സമ്മാനമാണ്. ഇവിടെ നിന്ന് സിസ്റ്റർമാരെല്ലാം അവിടെ മാസം തോറും നോക്കുന്നു. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. കാരണം എനിക്ക് ഞാൻ എന്നെ 2 പ്രാവശ്യം ഞാൻ മരണത്തിലേക്ക് പോയി തിരിച്ചു വന്ന ആളാണ്. അവിടെ ആ സിസ്റ്റർമാരെല്ലാം വന്ന് കാണുകയും എന്നെ എൻ്റെ വീട്ടുകാർ നോക്കി. ഈ വരുന്ന ഓണം പലരുടെയും കാരുണ്യം കൊണ്ട് ഇവിടെ സമ്മാനിച്ച ഇത് നമ്മുടെ 50 വീടുകൾ സന്തോഷകരമായി മുന്നോട്ട് പോകുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും വിശേഷിച്ചും ഇവിടുത്തെ ജീവനക്കാർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, മെമ്പർമാർ, ഈ ഹോസ്പിറ്റലിലെ എല്ലാ ആൾക്കാരും ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആൾക്കാരാണ്. സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ സംഗമത്തിന് പ്രധാനമായും പഞ്ചായത്ത് സംഘടിപ്പിച്ചുവെങ്കിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നമ്മുടെ ഡോക്ടറും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളുമാണ്. അവർ സ്പോൺസർമാരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കയ്യിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ അർപ്പണബോധത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ്
കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റി, ആ ഒരു സന്തോഷം. അതിലുപരി നമ്മുടെ ഈ കിറ്റ് വാങ്ങിച്ചപ്പോൾ പല അമ്മമാരുടെയും ഹൃദയം വിങ്ങുന്നത് നമ്മൾ കണ്ടു. ഈ ഓണക്കാലത്ത് കുടുംബങ്ങളെ, നമ്മുടെ പാലിയേറ്റീവ് കുടുംബങ്ങളെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ച എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഭംഗിയായി ഒരു നല്ല പാലിയേറ്റീവ് സംഘം ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും നമ്മുടെ CHC സംഭവം എല്ലാവരും ആശംസയും അർപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോഴേക്കും ശ്രദ്ധിച്ചത് ഈ പേരാണ് കരുതൽ. അപ്പൊ ഈ കരുതലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെറുകലങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറുകലങ്ങളുടെ ചെറിയൊരു സഹായം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പക്ഷെ നിമിത്തമായത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സുരേഷ് സാറാണ്. സാറിങ്ങനെ ആവശ്യം പറഞ്ഞിരുന്നു. ഇവിടെ നല്ല ദിവസമാണ് എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പാലിയേറ്റീവ് കുടുംബ സംഗമം നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഓരോ വർഷവും കഴിഞ്ഞ വർഷം 10 പേരാണെങ്കിൽ അതിനുശേഷം 20ആയി, 30ആയി, ഇപ്പോൾ 50-ലെത്തി നിൽക്കുകയാണ്. അടുത്ത വർഷം അതിൽ കൂടുതൽ നമ്മൾ ചെയ്യുമെന്നുള്ള ഉറപ്പിന്മേൽ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ HS അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിനു വേണ്ടി വളരെ ഏറെ കഷ്ടപ്പെട്ടു സാറ്. പാലിയേറ്റീവ് കുടുംബസംഗമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ വർഷവും ചെയ്യേണ്ടുന്ന ഒരു മഹത്തായ പ്രോജക്റ്റാണ്. അതാണ് നമ്മളിവിടെ നടപ്പിലാക്കിയത്. ഈ ആശയം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കുറച്ച് നാളായിട്ട് ലാഗ് ചെയ്ത് കിടന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ച 1-2 പേരുടെ പേര് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന് ഷാജഹാൻ വിളയും, ഷാജി സത്യശീലൻ ഇന്ദിരാ ഓഡിറ്റോറിയം, GHSS കവരൂർ NSS യൂണിറ്റ് പഞ്ചസാര നിങ്ങൾക്ക് തന്നതവരാണ്. RMLPS മണപ്പൂർ തോർത്ത് നിങ്ങൾക്ക് നൽകിയതവരാണ്. UPS മണപ്പൂർ സോപ്പ് നിങ്ങൾക്ക് നൽകിയതവരാണ്. ന്യൂ സുപ്രഭാതം ബെഡ്ഷീറ്റ് തന്ന് സഹായിച്ചിട്ടുണ്ട്. ബ്ലോക്ക് മെമ്പർ കുഞ്ഞുമോള് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കൈലി തന്ന് സഹായിച്ചതവരാണ്. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകളാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ച ഈ മണപ്പൂർ CHCയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും എല്ലാ സ്റ്റാഫുകളെയും ഞാൻ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിന് നന്ദി പറയുകയാണ്. ഈ ചടങ്ങിന് ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. Thank you.